കുക്ക് ചെയ്യണത്. ഞാൻ വെറുതെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് ഇതിന് ഇത്തിരി കടപ്പും കൂടുതലാണ്, പക്ഷെ ആവി വറക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കരുതാരും അല്ല. അപ്പൊ ഞാൻ ഇവിടെ സൈഡിൽ പൊക്കത്ത് കയറി എടുത്ത് ചായ കുടിച്ചിട്ട് അപ്പൊ ഞാൻ ആദ്യം എനിക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോണില്ല. കാരണം ഇത് നമ്മുടെ ലോകമാണ്. അങ്ങനെയല്ല ചാനലിന്റെ പേര്, അങ്ങനെ കണ്ടാണ് എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്താ ഇവിടെ കയറിയിരുന്നു. മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അത് കഴുകി വാരി ഞങ്ങൾ കുക്കറിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഒന്ന് വിസിൽ കേൾപ്പിക്കണം. വിസിൽ കേൾപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്തായാലും വെള്ളം ഒഴിക്കണം. സാധാരണ ഇറച്ചിയിലൊന്നും വെള്ളം ഒഴിക്കണം, ഇതിനകത്ത് ഇതൊക്കെ വെള്ളം ഒഴിക്കണ്ടേ എനിക്കറിയില്ല. പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ഉപ്പാണ്, അത് ആവശ്യത്തിന്. പിന്നെ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കള വരുന്നതിൻ്റെ പ്രധാന ഇതെന്ന് വെച്ചാൽ ഈ ജനൽ. ഇപ്പം ഞാൻ തന്നെ ഇത് തുറന്നിട്ടുണ്ട്. അവിടെ പുറത്തേക്ക് നോക്കും, പക്ഷെ ഇപ്പം ആരും പോകുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണ്ട, ഞാൻ എന്തായാലും കുറച്ച് സവാള വറക്കാൻ വേണം. പക്ഷെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ടാണ് വറക്കാൻ പോണത്. എന്തോരം വേണമെന്ന് അവർ പറയും, ഞാൻ അതെടുത്ത് വറക്കും. നമ്മൾ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ആദ്യം വെച്ചത്, പക്ഷെ അത് പോരാ. സവാളയുടെ ഹിന്ദി ഇപ്പം നമ്മൾ മട്ടൻ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടത്. ഇത് വെച്ച് ഞാൻ വേറൊരു വെറൈറ്റി മട്ടക്കറിയായിട്ട് വരുന്നതായിരിക്കും. ഇതിനകത്ത് 6 മുട്ടയുണ്ടല്ലോ. ഇവിടെ 6 മുട്ടയ്ക്ക് ഇപ്പോൾ 64 രൂപയാണ്. ആദ്യം 48 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ഇപ്പോൾ 64 രൂപയാണ്. സ്പെഷ്യൽ ഈ ആദ്യം കോഴിമുട്ട നമ്മൾ ഉണ്ടാകുന്നത് എന്തായാലും അത് പ്രൊമോഷന് വേണ്ടി ഇത്ര പെട്ടെന്ന് അവർ ഞാൻ യൂട്യൂബ് എനിക്കറിയാൻ പാടില്ല. ഹിന്ദിക്കാരാണ്, എനിക്കറിയില്ല. എന്തായാലും ബാസ്കറ്റിന്റെ സ്പെഷ്യൽ ലൈഫ് ഹെൽത്തി ഇതാണ്. എല്ലാവരും അതിൽ വാങ്ങണേ പ്ലീസ് പ്ലീസ്. എൻ്റെ ആദ്യത്തെയാണ്. ഇനി അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടേക്കണത്. ആ പച്ച കളർ പച്ചമുളകിൻ്റെ അല്ല, വെളുത്തുള്ളിയുടെയാണ്. എന്ന് വെച്ചാൽ പച്ച വെളുത്തുള്ളി അല്ല, അതിൻ്റെ ഒരു മുള വന്നിരിക്കുന്നതാണ്. ആർക്കെങ്കിലും പാത്രം സംഭാവന ചെയ്തോട്ടെ. ഞാനിപ്പോൾ കുറച്ച് പാത്രം. ഇതിപ്പോൾ നമ്മൾ ഒരു പരിവായിട്ടുണ്ട്. എല്ലാത്തിൻ്റെ പച്ചമണം മാറിയിട്ട് നമ്മൾ തക്കാളി കൂടി അങ്ങനെയാണ്. തക്കാളി നമ്മൾ എത്ര ഇഷ്ടത്തിന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മളൊരു 5 വിസിലാണ് കേൾപ്പിച്ചത്, ഫുള്ളാക്കി ഇട്ടത്. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോണത്.
അത്യാവശ്യത്തിന് വന്നിട്ട് നമ്മളിത് വെന്തോ നോക്കണത്. മട്ടൻ്റെ ഒക്കെ ഒരു പീസ് ഉണ്ടോ, മട്ടൻ പീസ് ഇതാണ്. അതെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ആരും കൊതി വിടുന്നതിലേക്ക് പറയാൻ എനിക്ക് വയറിന് പ്രശ്നമുള്ള ഗരം മസാല മസാലപ്പൊടി ഗരം മസാലയാണ് ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതൊന്നും ഉണ്ടാക്കുന്നുണ്ടാക്കും. കുറച്ച് മല്ലിപ്പൊടി ഞാൻ ആയുധം കയ്യിലെടുത്തിരിക്കുകയാണ്. ഇളക്കണത് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ലെങ്ത് കുറച്ച് കുറവാണ് കേട്ടോ. പോരട്ടെ കണ്ടതേ നല്ല ഗ്രേവി കളറായിട്ടുണ്ട്. കളറല്ല, നല്ല ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, മതി ആക്ടിങ് ഓവർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അല്ലേ. അരിയല്ലേ 2 പേർക്കുള്ള 3 പേർക്കുള്ള അരിയാണ്. കുറച്ച് കൂടുതൽ ഇരുന്നോട്ട് എത്ര അരി നമ്മളെടുത്ത് ഏകദേശം ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ അരിയുടെ പേര് എന്താ റൊസാനോന്ന് കണ്ടപ്പോൾ പ്രമോഷൻ വേണ്ട, അതിൻ്റെ പേരൊന്നും തന്നിട്ടില്ല. ഒഴുകി മട്ടന്മാർ മാത്രം തന്നോളൂ. ഫസ്റ്റ് തന്നെ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പതിവ് പോലെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഭയങ്കര ചൂടാണ്. എല്ലാം ഞാൻ വേണം പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്തൊരു പ്രത്യേക ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി അതെന്താ ടേസ്റ്റ് എനിക്ക് കണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ആ മട്ടൻ്റെ ആ ചാറില്ലേ കുക്കറിൽ നിന്ന് ഇട്ട് ഒഴിച്ചത്, അതിൻ്റെ ടേസ്റ്റാണ് പ്രത്യേകിച്ച് എടുത്ത് നിൽക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ തവണ ചെയ്യാനാണ് അത് ഞാൻ പറഞ്ഞു കൊടുത്ത മട്ടൻ ബിരിയാണി. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ സൈഡിൽ ഇരുന്നൊക്കെ സവാളയാണ് കേട്ടോ. സെറ്റാക്കി വെച്ചിരിക്കുന്ന മൈദ വെച്ചു. കുറച്ച് നേരത്തെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ ഈ സമയത്ത് വലിയ സാധനം ഞാൻ നമ്മുടെ ഫുഡിൻ്റെ അവസ്ഥ ഞാൻ എടുക്കണമെന്ന് താഴ്ത്തിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു കയ്യിൽ സെറ്റാക്കി എടുക്കും. ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് കേട്ടോ. ഇതിപ്പം എന്താ ഇനി ഞാനിവിടെ പിടിക്കും. ഇപ്പം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ഇല്ലേ? ചൂടാണ് ഗ്രേവി ഇത് ഒരു രക്ഷയില്ല.
ഇനി എൻ്റെ ആർത്തി പിടിച്ചൊരു തീറ്റയുണ്ട്. സംഭവം ഒരു രക്ഷയില്ല. ഇവിടെ ഈ റൂമിൽ ഇന്ന് വരെ വെച്ചേക്കണെങ്കിൽ ഏറ്റവും നല്ല ബിരിയാണി അത്. നല്ല ചൂടാണ്. അതിനകത്ത്